மறையூர் பாபுநகர் அருகே சுற்றித் திரியும் காட்டியானை பொதுமக்களுக்கு ஆபத்தாக மாறியுள்ளது. கடந்த 2 வாரத்திற்கு மேல் மக்கள் வசிக்கும் பகுதியில் சுற்றித் திரியும் காட்டியானை விவசாய உற்பத்திகளை சேதப்படுத்தி வருகிறது. இரவு நேரங்களில் வெளியே இறங்க முடியாத நிலையில் உள்ளதாக பொதுமக்கள் தெரிவித்துள்ளனர். மறையூர் பாபுநகர் அருகில் சுற்றித் திரியும் காட்டியானைக்கு பயந்து பொதுமக்கள் சிரமத்துடன் வாழ்ந்து வருகின்றனர். 2 வாரத்திற்கிடையே அதிக நாச நஷ்டங்கள் இந்த பகுதியில் காட்டியானை ஏற்படுத்தியுள்ளது. வீடுகளின் முற்றத்தில் சுற்றித் திரியும் காட்டியானைக்கு பயந்து மக்கள் இரவு நேரங்களில் வெளியிறங்க முடியாத நிலை ஏற்பட்டுள்ளது. இந்திரா நகரை சேர்ந்த டெய்சி அகஸ்டின், ராமகிருஷ்ணன் அப்பாயி, ஜிஜி பிரான்சிஸ், மல்லிகா, சுலோஜனா, அஜி, செல்வராஜ் போன்றவர்களின் வீட்டின் அருகில் கரும்பு, வாழை, தென்னை, புல் போன்றவற்றையும் சேதப்படுத்தியுள்ளன. இரவு நேரங்களில் சுற்றித் திரியும் காட்டியானை காலைதான் இங்கிருந்து திரும்பி செல்கிறது. തന്നെ താമസിക്കുന്ന ആളാണ്. നമുക്ക് പുറത്തിറങ്ങി പെട്ടെന്ന് ആനേനെ ഓടിക്കാനും നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഫോറസ്റ്റിനെയൊക്കെ വിളിച്ചു. ഫോറസ്റ്റുകാർ വരുമ്പോഴത്തേക്കും തിന്നേണ്ടത് മുഴുവൻ തിന്നിട്ടുണ്ടാവും. വാച്ചർമാരാണെങ്കിൽ ഇതിലോട്ട് കാണാറുമില്ല. ഒരു വാച്ചർമാർ ഇതിൽ നടക്കണ കാണാറില്ല. അല്ലെങ്കിൽ അവർ ഫോറസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു നൈറ്റിൽ പെട്രോളിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആ സമയത്തായിരിക്കില്ല ചിലപ്പോൾ ആന വരുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. അവർക്ക് 24 മണിക്കൂർ ഇവിടെ വന്നിരിക്കാനും പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തൊഴുത്ത്, കണ്ണേ തൊഴുത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ തൊഴുത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആകെ ഉപജീവന മാർഗ്ഗമാണ് അത്. നമുക്ക് വേറെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ ഞാൻ തന്നെ താമസിക്കുന്ന ഒരാളാണ്. இரவு நேரங்களில் காட்டியானை சுற்றித் திரிவதால் வெளியிறங்குவதற்கூட பொதுமக்கள் சிரமப்பட்டு வருவதாக தெரிவிக்கப்பட்டுள்ளது. வனத்துறைக்கு தகவல் தெரிவித்தாலும் பல மணி நேரம் கழித்துதான் இவர்களும் வருவது. யானையை தொடர்ந்து கண்காணித்து வனப்பகுதிக்கு விரட்டுவதற்கான நடவடிக்கை இதுவரை எடுக்கவில்லை. அருகிலுள்ள ஆதிவாசி மறுவாழ்வு உன்னதியிலும் காட்டியானைகள் சுற்றித் திரிகின்றன. இவைகளும் இந்திரா நகருக்கு தான் வந்து செல்கிறது. பல வருடங்களாக இதை குறித்து அதிகாரிகளிடம் புகார் கொடுத்தும் எந்த நடவடிக்கையும் எடுக்கவில்லை. உன்னதியில் உள்ள ஒரு குடும்பத்திற்கு 1.5 ஏக்கர் இடம் 2001 அரசு அனுமதித்தது. இதில் விவசாயம் செய்து வரும் விவசாயங்களையும் காட்டியானைகள் சேதப்படுத்தி வருகின்றன. ആന വന്നിട്ട് ഇത് അവിടെ വന്ന് തമ്പടിച്ച് കിടന്നിട്ട് അവിടുന്ന് ആൾക്കാർ ഓടിച്ചു വിട്ട് കഴിയുമ്പോൾ എന്നാ വെച്ചാൽ ആന എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരു 5-6 വന്നു. അത് കഴിഞ്ഞ് ഓടി ഇവിടെ വന്ന് ഈ കാട്ടിൽ ഇതെല്ലാം വലിച്ചൊടിച്ച് 2-2.5 മണിക്കൂറുകളോളം ഇവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് പോർച്ചാരെ വിളിച്ചിട്ട് ആന ഇവിടുന്ന് മാറാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള കുടിയിലെ ആൾക്കാരെ വിളിച്ചു വരുത്തി. ഒരു മനുഷ്യനും വന്നില്ല. എന്നിട്ട് ഈ ശബ്ദം കേട്ടിട്ട് ഈ ആനയെ സ്ഥിരം വന്നു പടക്കം പൊട്ടിക്കണ കാരണം ഇത് എന്നാന്നും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് അവർ വന്ന് ഇവിടെ കയറി, പോർച്ചാർ വന്ന് കയറി ഓടിച്ചിട്ട് അപ്പുറത്തേക്ക് അങ്ങ് മാറിപ്പോയിട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചുറ്റിക്കറങ്ങി വീണ്ടും ഈ കാട്ടിലേക്ക് കയറി വന്നു. അങ്ങനെ സ്ഥിരം ഇവിടെ ആനാന്ന് പറഞ്ഞാൽ ആന ഇവിടുന്ന് പോകുന്നില്ല. അടുത്തടുത്ത് വരും ആന. അത് തന്നെയല്ല, ഈ കണ്ട സ്ഥലത്തു നിന്നൊക്കെ ആനയെ കൊണ്ടുവന്ന് വിട്ടിട്ടുമുണ്ട്. ആ ആനകളൊക്കെ വരുന്നുമുണ്ട്. നമ്മുടെ ആനയോട് പറഞ്ഞാൽ കേൾക്കും. എന്താടാ നീ കാട്ടണേ, അത് കളയാതെ പോടാതെ തിന്നാൻ കൊള്ളൂലെന്ന് പറഞ്ഞാൽ അവർ കേൾക്കും. പക്ഷേ ഇപ്പോഴത്തെ ആന കേൾക്കില്ല, എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ചില ആന നമ്മൾ ഓടിച്ചോണ്ട് വരും. ആന മനുഷ്യനെക്കാട്ടിൽ ഇണക്കമുണ്ട് കാര്യം. പക്ഷെ അവർക്ക് തീറ്റയ്ക്ക് വേണ്ടേ എന്നും പറഞ്ഞ് നമ്മൾ കൃഷി ചെയ്യുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ആട്ടുംകുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 2 ആട്ടുംകുഞ്ഞുണ്ട്. ഞാൻ ഇന്നത് പെരക്കാത്ത കഴിച്ച് ഇട്ടാക്കണേ. എന്നിട്ട് ഞാൻ എനിക്ക് പേടിച്ചിട്ട് എൻ്റെ ജീവിതമാർഗ്ഗം. എന്നിട്ട് കോഴിക്കോട് വന്ന് അത് കൈയിട്ടിട്ട് ഈ തെങ്ങയിൽ വന്ന് പിടിക്കാൻ വന്നത് വേറെ സൈസ് ആനയാണ്. ഇവിടുത്തെ നമ്മുടെ ആനയല്ല, നമ്മുടെ മലയാനയല്ല. ഇവിടുത്തെ ആന ഉണ്ടെങ്കിലും പറഞ്ഞാൽ കേൾക്കും. അവർക്ക് ഒരു മര്യാദയുണ്ട്. ഇതെങ്ങാണ്ടെന്ന് ഈ സർക്കസുകാരോ ആരോ കമ്പനിക്കാരോ ഇറക്കിയിരിക്കുന്ന ആന അത് വെളുത്താലും പോകില്ല. காட்டியானை தாக்குதலுடன் சென்னாய் கூட்டங்களின் தாக்குதலும் அதிகரித்துள்ளது. இது வளர்ப்பு மிருகங்களுக்கும் ஆபத்தாக மாறியுள்ளது. கடந்த தினம் இந்திரா நகர் மறுவாழ்வு உன்னதியில் பொன்னுமடசாமி என்போரின் 2 ஆடுகளை சென்னாய் கூட்டம் கடித்து கொண்டது. வருமான மார்க்கமாக வளர்க்கும் மிருகங்களை வனவிலங்குகள் கொன்று வருகின்றன. இதுபோன்று இந்த விவசாயமும் செய்ய முடியாத நிலையில் தற்போது சிரமப்பட்டு வருவதாக உன்னதியில் உள்ள மக்கள் தெரிவித்துள்ளனர். நியூஸ் பியூரோ, மறையூர்.